ഹലോ ഫ്രണ്ട്സ്, മോണോലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാഹുൽ രവീന്ദ്രൻ എ എസ് എ പി ബിസിനസ് വൺ കൺസൾട്ടൻറ്റ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് എസ് എ പി ബിസിനസ് വണ്ണിൽ നടക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പർച്ചേസ് പ്രോസസ്സിൽ നിന്നായിരുന്നു. സോ പർച്ചേസ് പ്രോസസ്സിൽ വരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻറ്റ്. പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻറ്റിൻ്റെ ഉപയോഗങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. എങ്കിലും പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ് എന്നത് എന്താണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. പർച്ചേസ് റിക്വസ്റ്റ് ആർ ആൾസോ നോൺ ആസ് പർച്ചേസ് റിക്വസിഷൻ. ഈ പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് പർച്ചേസ് റിക്വസിഷൻ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഈ ഒരു പർച്ചേസ് റിക്വസ്റ്റ് ജനറലി ജനറേറ്റ് ചെയ്യുന്നത് ഒരു യൂസറോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ ആയിരിക്കും. അത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ഒരു യൂസറിനോ അല്ലെങ്കിൽ എംപ്ലോയിക്കോ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു യൂസർ അല്ലെങ്കിൽ എംപ്ലോയി പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു പോയിൻ്റാണ് സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എ പർച്ചേസ് റിക്വസ്റ്റ് ഈസ് ജനറലി എ ഡോക്യുമെൻറ്റ് ജനറേറ്റഡ് ബൈ എ യൂസർ ടു നോട്ടിഫൈ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഐറ്റം ഓർ സർവീസസ് നീഡഡ്. ഒരു പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ദെൻ ക്വാണ്ടിറ്റി ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ഏത് ഡേറ്റിനാണ് ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഐറ്റം നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ആ ഡീറ്റെയിൽ എല്ലാമാണ് ഒരു പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻറ്റിൽ ബേസിക് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ. ഇത്രയും ഡീറ്റെയിൽ വെച്ചിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാം? തുടർന്നുള്ള പർച്ചേസ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. സേവ് ടൈം ബിക്കോസ് ഡോക്യുമെൻറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ നീഡഡ് ഫോർ പർച്ചേസ് ഓർഡർ. ഒരു യൂസർ പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്, ദെൻ റിക്വസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും ഡീറ്റെയിൽ ഒരു യൂസർ പർച്ചേസ് റിക്വസ്റ്റിൽ എൻ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു യൂസർക്ക് അവിടെ ഒരു പർച്ചേസ് ഓർഡർ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് റീ എൻട്രി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാം? പർച്ചേസ് റിക്വസ്റ്റിനെ നമുക്ക് പർച്ചേസ് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ പർച്ചേസ് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പർച്ചേസ് റിക്വസ്റ്റിലുള്ള എല്ലാ ഡാറ്റയും എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡറിലോട്ട് ഓട്ടോ ഫിൽ ആവുകയാണ് ചെയ്യുക. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടൈം സേവ് ചെയ്യാൻ സാധിക്കും. ദെൻ റെഡ്യൂസ് എക്സ്പെൻസ് റിലേറ്റഡ് ടു റിട്ടേൺ ടൈം. ഒരു യൂസർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഒരു റിക്വസ്റ്റ് ഡോക്യുമെൻറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പ്രകാരം മാത്രമായിരിക്കും ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നത്. സോ റിട്ടേൺ പ്രോസസ്സ് അവിടെ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വരുന്ന കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ അലോസ് യു ടു ട്രാക്ക് എക്സ്പെൻസ് ഇൻ അഡ്വാൻസ്. നമുക്കറിയാം, ഒരു യൂസർ അഡ്വാൻസ് ആയിട്ടായിരിക്കും സാധനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അടുത്ത മാസത്തേക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ ഇന്ന റോ മെറ്റീരിയൽസ് ഇത്രയ്ക്ക് ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനും അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു മന്തിലോട്ട് ഇത്രയെല്ലാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അഡ്വാൻസ് ആയി ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് SAP ബിസിനസ് വണ്ണിൽ പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഡീറ്റെയിൽ ആണ് അതിൽ പ്രധാനമായും കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് SAP ബിസിനസ് വണ്ണിൻ്റെ ഡാഷ്ബോർഡ് വിൻഡോ ആയിരിക്കും കാണുന്നത്. ഇവിടെ 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SAP ബിസിനസ് വണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ മൊഡ്യൂൾസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പർച്ചേസ് AP എന്ന് പറഞ്ഞ മൊഡ്യൂളാണ്. ആ മൊഡ്യൂൾ ചൂസ് ചെയ്യുന്ന സമയത്ത് താഴത്ത് പർച്ചേസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാണാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റാണ്.
ആ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. സോ പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫീൽഡായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ്, റിക്വസ്റ്റർ. പർച്ചേസ് റിക്വസ്റ്റ് ചെയ്യുന്നത് SAP ബിസിനസ് വണ്ണിലെ യൂസർ ആണോ അതോ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണോ എന്നാണ് ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. താഴെ കാണുന്ന റിക്വസ്റ്റർ നെയിം, ബ്രാഞ്ച്, പിന്നെ ഡിപ്പാർട്ട്മെന്റ്, ഈ 3 ഫീൽഡുകളും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന യൂസറെയോ അല്ലെങ്കിൽ എംപ്ലോയിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലാവുന്ന ഫീൽഡുകളാണ്. ഇവിടെ എന്ത് ചെയ്യാം, ഒരു റിക്വസ്റ്റർ സെലക്ട് ചെയ്യാവുന്നതാണ്. ബൈ ഡീഫോൾട്ട് ആയിട്ട് നിലവിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് ഏത് യൂസർ ആണോ ആ യൂസറുടെ ഡീറ്റെയിൽ ആയിരിക്കും ഈ ഒരു റിക്വസ്റ്റർ എന്ന് പറഞ്ഞ പേരിൽ ഫില്ലാവുന്നത്. നെക്സ്റ്റ് കാണാം, സെൻഡ് ഇമെയിൽ ഇഫ് PO ഓർ GRPO ഈസ് ആഡഡ്. ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്ന പർച്ചേസ് റിക്വസ്റ്റ് വൺസ് പർച്ചേസ് ഓർഡർ ആയോ അതോ ഗുഡ്സ് CPO ആയോ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റർക്ക് ഇമെയിൽ സെൻഡ് ചെയ്യാനാണ്. ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ആണെങ്കിൽ ഇമെയിൽ ID മാൻഡാറ്ററി ആയിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ സീരീസ് സെലക്ട് ചെയ്യണം. ഈ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഡോക്യുമെന്റ് നമ്പറിംഗ് എന്ന് പറഞ്ഞ മാസ്റ്റർ സെറ്റപ്പിലാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഓരോ പോസ്റ്റിംഗ് പീരീഡിലും ഡിഫറെൻറ്റ് സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സീരീസ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സീരീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോസ്റ്റിംഗ് ഡേറ്റ്, വാലിഡ് അണ്ടിൽ ഡേറ്റ്, ഡോക്യുമെന്റ് ഡേറ്റ്, റെക്കോർഡ് ഡേറ്റ് എന്നീ ഫീൽഡുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ പോസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് കറണ്ട് ഡേറ്റ് ആയിരിക്കും ഫില്ലാവുന്നത്. പോസ്റ്റിംഗ് ഡേറ്റ് എന്നത് എന്നാണോ നമ്മൾ ഈ പർച്ചേസ് റിക്വസ്റ്റ് എൻ്റർ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ആണ് പോസ്റ്റിംഗ് ഡേറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മേജറായിട്ട് പർച്ചേസ് റിക്വസ്റ്റ് റിപ്പോർട്ട് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ വാലിഡ് ഡേറ്റ്, ഫ്യൂച്ചർ ഏതെങ്കിലും ഡേറ്റ് കൊടുക്കാവുന്നതാണ്. ദെൻ റിക്വസ്റ്റ് ചെയ്യുന്ന സാധനം എന്നത്തേക്കാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യാനാണ് റിക്വയർഡ് ഡേറ്റ് എന്ന ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹെഡർ പാർട്ടിൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ 2 ടാബുകൾ കാണാം. ഒന്ന് കണ്ടന്റ് ടാബ്, രണ്ടാമത്തത് അറ്റാച്ച്മെന്റ് ടാബ്. ഫസ്റ്റ് നമുക്ക് കണ്ടന്റ് ടാബ് നോക്കാം. ഈ കണ്ടന്റ് ടാബിൽ ഐറ്റം സർവീസ് ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐറ്റം ആണോ സർവീസ് ആണോ എന്നാണ്. സോ ഏതെങ്കിലും ഐറ്റം ആണെങ്കിൽ, ഇപ്പോൾ റോ മെറ്റീരിയലോ പർച്ചേസ് മെറ്റീരിയലോ അല്ലെങ്കിൽ FGO ആണെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് എന്താ, ഐറ്റം ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും സർവീസസ് ആണെങ്കിലോ, ലൈക്ക് റിപ്പയേഴ്സ് ആൻഡ് സർവീസസ് അങ്ങനെ വരുന്ന എന്തെങ്കിലും സർവീസസ് എല്ലാം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സർവീസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഐറ്റം ആണ് സെലക്ട് ചെയ്യുന്നത്. ഞാനൊരു ഐറ്റം ആണ് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഐറ്റം സെലക്ട് ചെയ്യുന്നു. ദെൻ റൈറ്റ് സൈഡിലായിട്ട് സമ്മറി ടൈപ്പ് എന്ന് കാണാം. ഈ ഒരു സമ്മറി ടൈപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൻ്റെ ഒരു സമ്മറി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ടേബിൾ ഡീറ്റെയിലോട്ട് വരാം. ഇവിടെ ഐറ്റം നമ്പർ ഉണ്ട്, ഐറ്റം നെയിം ഫീൽഡ് കാണാം. ഈ ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് ടാബ് പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ SAP ബിസിനസ് വണ്ണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ഐറ്റത്തിൻ്റെ ലിസ്റ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ആവും. ആ ഒരു ലിസ്റ്റിൽ നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സപ്ലയേഴ്സിനെ മെൻഷൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ റിക്വസ്റ്റർക്ക് ഏതെങ്കിലും സപ്ലയറെ ഈ ഒരു ഐറ്റത്തിന് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റർക്ക് ഇവിടെ സപ്ലയറിൻ്റെ പേര് സെലക്ട് ചെയ്യാനാവും. അതിനു വേണ്ടിയിട്ടും ഇവിടെ ടാബ് ക്ലിക്ക് ചെയ്യുകയോ ഈ ഐക്കൺ പ്രസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ SAP ബിസിനസ് വണ്ണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ കഴിയും. അവിടെ നിന്നും ആവശ്യമായിട്ടുള്ള സപ്ലയർ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ദെൻ റിക്വയർഡ് ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാം. റിക്വയർഡ് ഡേറ്റ് നമ്മൾ ഹെഡർ പാർട്ടിൽ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് അത് ലൈൻ ലെവലിലോട്ട് കൊണ്ടുവരും. എനി കേസ് ഏതെങ്കിലും ഐറ്റത്തിന് നമ്മൾ ഡിഫറെൻറ്റ് റിക്വയർഡ് ഡേറ്റ് ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാനുവലി ചേഞ്ച് ചെയ്യാവുന്നതാണ്. പ്രധാനമായും ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു റിക്വസ്റ്റർ ഈ ഒരു ഡോക്യുമെന്റിൽ എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടന്റ് ടാബിന് അടുത്തൊരു ടാബ് കൂടെ കാണാം, അതാണ് അറ്റാച്ച്മെന്റ് ടാബ്. ഈ ഒരു ടാബ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും റിലേറ്റഡ് ഡോക്യുമെന്റ് റിക്വസ്റ്റർക്ക് ഈ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിലേറ്റഡ് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാബ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബ്രൗസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തു, ഒരു ഡോക്യുമെന്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാത്ത് എന്താവും, ഇവിടെ ഈ ഒരു ടേബിളിൽ ഇൻസേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഇനി സെലക്ട് ചെയ്ത അറ്റാച്ച്മെന്റ് ഡീറ്റെയിൽ കാണാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈ ഒരു ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ലൈൻ ചൂസ് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ഡിസ്പ്ലേ ബട്ടൺ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി എനി കേസ് നമ്മൾ അറ്റാച്ച്മെന്റ് സെലക്ട് ചെയ്ത അറ്റാച്ച്മെന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ആ പെർട്ടിക്കുലർ ലൈൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഇവിടെ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ റിമാർക്ക് എന്തെങ്കിലും റിക്വസ്റ്റർക്ക് ഈ റിക്വസ്റ്റ് ഡോക്യുമെന്റിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റിമാർക്ക് ഫീൽഡിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു റിക്വസ്റ്റ് ഡോക്യുമെന്റിൽ എൻ്റർ ചെയ്യുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് സേവ് ചെയ്യാം. ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ആഡ് ആൻഡ് ന്യൂ ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. സൈഡിൽ തന്നെ മറ്റൊരു ബട്ടൺ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആഡ് ആൻഡ് ഡ്രാഫ്റ്റ്. ഇത് യൂസ് ചെയ്യുന്നത് എൻ്റർ ചെയ്ത ഡോക്യുമെന്റ് പെർമനൻ്റ് ആയി സേവ് ചെയ്യാതെ ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യാനാണ്. അതായത് ആക്ച്വൽ റിപ്പോർട്ടിലൊന്നും വരാതെ അത് ഡ്രാഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ബാക്ക് എൻഡിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആഡ് ആൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ സേവ് ആയി. ഇനി നെക്സ്റ്റ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്ത ഡോക്യുമെൻ്റ് ഫൈൻഡ് ചെയ്ത് എടുക്കുന്നത്, അതൊന്ന് നമുക്ക് നോക്കാം. ഇതിനായി മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് SAP പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ഡോക്യുമെൻറ്റിന് മുകളിലായിട്ട് കുറച്ച് ആരോ കീകൾ നിങ്ങൾ കണ്ടോ, ഇത് പ്രീവിയസ്, ഫസ്റ്റ് റെക്കോർഡ്, നെക്സ്റ്റ് റെക്കോർഡ്, ലാസ്റ്റ് റെക്കോർഡ്, ഈ ഓപ്ഷൻസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ആരോ കീകൾ. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് റെക്കോർഡാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് റെക്കോർഡ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സോ ലാസ്റ്റ് ചെയ്ത റെക്കോർഡ് എനിക്ക് കിട്ടും. ഇതുപോലെ ഫസ്റ്റ് റെക്കോർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ദെൻ നെക്സ്റ്റ് റെക്കോർഡ് യൂസ് ചെയ്യാം, ലാസ്റ്റ് റെക്കോർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞത് ഇവിടെ മുകളിലായിട്ട് ഫൈൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. വൺസ് നമ്മൾ ഫൈൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റിലെ എല്ലാ ഫീൽഡുകളും എന്താവും, യെല്ലോ കളറായി. അത് മീൻ ചെയ്യുന്നത് ഈ ഒരു ഡോക്യുമെൻ്റ് ഇപ്പോൾ ഫൈൻഡ് മോഡിലാണ് നിൽക്കുന്നത്. ഏത് ഫീൽഡ് വെച്ചിട്ടാണോ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് ആ ഡോക്യുമെൻറ്റിൻ്റെ ഫീൽഡിൽ വാല്യൂസ് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ നെയിം വെച്ചിട്ടാണ് ഫൈൻഡ് ചെയ്യുന്നത്. സ്റ്റാർ ഇട്ടുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് എനിക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി സെയിം സപ്ലയർക്ക് ഡിഫറെൻറ്റ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലിസ്റ്റ് ഓഫ് പർച്ചേസ് റിക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും വരിക. അതിൽ നിന്ന് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് റിക്വസ്റ്റ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി പർച്ചേസ് റിക്വസ്റ്റ് റിപ്പോർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് സെയിം പർച്ചേസ് AP മൊഡ്യൂളിന് താഴെയായിട്ട് പർച്ചേസ് റിപ്പോർട്ട് എന്ന സബ് മൊഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും പർച്ചേസ് റിക്വസ്റ്റ് റിപ്പോർട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായ റിപ്പോർട്ടിംഗ് പാരാമീറ്റർ ഇവിടെ കാണാം. സിംഗിൾ ഐറ്റം ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഐറ്റം ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു ഐറ്റം ഗ്രൂപ്പിലുള്ള ടോട്ടൽ റിക്വസ്റ്റ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഐറ്റം ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനുള്ള ഡ്രോപ്പ് ഡൗണും അവൈലബിൾ ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നിങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാം, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് റിക്വസ്റ്റ് ആ ഒരു പീരിയഡിൽ ആ ഒരു ഗ്രൂപ്പിൽ എത്രയൊക്കെ പർച്ചേസ് റിക്വസ്റ്റ് നിങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ടോ അത്രയും റിക്വസ്റ്റ് ഇവിടെ കാണാൻ കഴിയും.
ഇവിടെ പർച്ചേസ് റിക്വസ്റ്റ് ചെയ്ത ഡേറ്റ് ഉണ്ടാവും, റിക്വസ്റ്റ് ഡോക്യുമെന്റിന്റെ നമ്പർ ഉണ്ടാവും, അതുപോലെ ക്വാണ്ടിറ്റി ഡീറ്റെയിൽസും റെക്കോർഡ് ഡേറ്റ് എല്ലാം ഉണ്ടാവും. ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് ഓർഡർ കൊടുക്കാനുള്ള ഡീറ്റെയിൽ കളക്ട് ചെയ്യാം. സോ അവരത് വെരിഫൈ ചെയ്തിട്ട് ഈ ഒരു സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ പർച്ചേസ് ഓർഡറും ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉള്ളത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, രണ്ട് ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും, പർച്ചേസ് കൊട്ടേഷൻ ആൻഡ് പർച്ചേസ് ഓർഡർ. സോ ഇവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഇത്രയും ഡീറ്റെയിൽ ആണ് നമ്മൾ പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.